പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് പകൽക്കാലം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കർത്താവ് എന്നെ ചിന്തിപ്പിച്ച വിഷയം യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. യെരമ്യ 1:9-10. ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. യെരമ്യാവിനോട് ദൈവമായ കർത്താവ് കൽപ്പിക്കുന്ന വചനങ്ങളാണിത്. യെരമ്യാവിൻ്റെ വായോട് കൂടെ ഇരുന്ന് യഹൂദാജനത്തെ നയിക്കുവാൻ കർത്താവ് അവൻ്റെ നാവോട് കൂടെ ഇരുന്ന് ഒരു ശുശ്രൂഷയിലേക്ക് തിരിക്കുന്ന ആ വചനത്തെ പറ്റിയാണ് നമ്മൾക്കിതിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെയാണ് ദൈവമക്കളെ, വചനത്തിൽ പലപ്പോഴും കർത്താവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നതും നമ്മളോട് പറയുന്നതും. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ നയിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും. എത്ര വലിയ പദവിയാണ് കർത്താവ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് യെരമ്യാവിനോട് പറഞ്ഞതുപോലെ ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും പറയുകയാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ വിശ്വസ്തരായി നമ്മളിൽ കൂടെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളെ കർത്താവിനെ പറ്റി വിളിച്ചു പറയുവാൻ, സൽഗുണങ്ങളെ ഘോഷിച്ചറിയിപ്പാനും കർത്താവിൻ്റെ നാമത്തെപ്പറ്റി പറയുവാനും, ആ നമ്മളുടെ വായിൽ നിന്ന് വീഴുന്ന വചനത്തിൽ കൂടെ ഏതെങ്കിലും ഒരു പാപികൾ മാനസാന്തരപ്പെടുവാനോ കർത്താവിനെ അറിയുവാനോ യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കുവാൻ തയ്യാറായെങ്കിൽ അതിലും വലിയൊരു ഭാഗ്യം നമ്മൾക്ക് ഈ ലോകത്തിലും സ്വർലോകത്തിലും നമ്മൾക്കില്ല. അത്ര വലിയൊരു അനുഗ്രഹമാണ് അതിൽ കൂടെ നമ്മൾക്ക് ലഭിക്കുക. അതാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. യെരമ്യാവിനെ യഹൂദ ജനത്തിന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചപ്പോൾ നമ്മൾക്കറിയാം, പലവിധമായ പ്രയാസങ്ങളും ആശങ്കകളും പ്രതിസന്ധികൾക്കൂടെയൊക്കെയും യെരമ്യാവ് കടന്നു പോകേണ്ടതായിട്ട് വന്നു. ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ പല രീതിയിൽ കൂടെ ശത്രു പോരാടുവാനിടയായിത്തീരും. ഒരിക്കലും ശത്രു ആഗ്രഹിക്കുന്നില്ല നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കണമെന്നോ അല്ലെങ്കിൽ ദൈവരാജ്യത്തിനു വേണ്ടി ദൈവനാമ മഹത്വത്തിനു വേണ്ടി നിൽക്കുന്നത് ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ദുഷ്ടനായ ശത്രു. കർത്താവ് വചനത്തിൽ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയുടെ പോരുകളോടും. ഇതിനെയൊക്കെ എതിർത്ത് നിൽക്കുവാനുള്ള കൃപ ദൈവം നമ്മൾക്ക് തരും. എങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് നീ അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും, ഞാനും നമ്മളും ഓരോരുത്തരും അതിനുവേണ്ടി തയ്യാറാണോ? ഒരു സ്റ്റെപ്പ് വെക്കുവാൻ തയ്യാറാണോ? ബാക്കിയത്തെ കാര്യങ്ങളിലെ കൂടെ നിന്ന് നടത്തി തരുവാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം വിശ്വസ്തയോടുകൂടെ നമ്മളോട് കൂടി ഇരിക്കും. ദൈവമക്കളെ പലവിധമായ പീഡനങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ യെരമ്യാവ് പല പ്രതിസന്ധികൾ കൂടെയൊക്കെയും കടന്നുപോയി. അപ്പം ഞാനിങ്ങനെ പല കാര്യങ്ങൾ എന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിപ്പാനിടയായി തീർന്നു. വചനത്തിൽ കൂടെയും അല്ലാതെയാണെങ്കിലും മനുഷ്യമായ നിലയിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ സഭയെ, ദൈവമക്കളെ, ദൈവജനത്തെ, നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന ഓരോ പീഡനങ്ങളെ പറ്റിയൊക്കെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പീഡിപ്പിക്കുന്നവരൊക്കെ ശുഭമായിരിക്കുന്നുവല്ലോ, അല്ല പീഡനം അനുഭവിക്കുന്നവർ ഈ ഒരു അവസ്ഥകളിൽ കൂടെ കടന്നുപോയി. എന്തിനാണ് കർത്താവെ ഇതൊന്നും അങ്ങ് കാണുന്നില്ലയോ കേൾക്കുന്നില്ലയോ എന്നൊക്കെയും പ്രതികരിക്കത്തില്ലയോ എന്നൊക്കെയും ചിന്തിക്കുന്ന ഓരോ നിമിഷങ്ങൾ. മാനുഷ്യമായ നിലയിലൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കുമെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ദൈവമല്ല നമ്മളുടെ കർത്താവ്. കർത്താവ് എപ്പോഴും ദീർഘക്ഷമയുടെ ദൈവം, മഹാകരുണയുടെ ദൈവം, എപ്പോഴും മനം തിരിഞ്ഞ് മടങ്ങി വന്ന് ഒരു മാനസാന്തരത്തിന് വേണ്ടി തയ്യാറാകുന്ന വ്യക്തികളെ പറ്റി ആഗ്രഹിച്ച് കാത്തു നിൽക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതിനുവേണ്ടി ദൈവം അവസരങ്ങളെ നമ്മൾക്ക് വേണ്ടി തരുവാനിടയായിത്തീരും. എങ്കിൽ ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയം, കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കള്ളന്മാരെ ക്രൂശീകരിക്കാൻ വേണ്ടി ശിക്ഷയിൽ കൂടെ കടത്തിവിട്ട ആ സമയത്ത് ഒരു കള്ളൻ പലതും പറഞ്ഞെങ്കിലും മറ്റുള്ളൊരു കള്ളൻ അവൻ്റെ ജീവിതം മൊത്തം അവനല്ലാതെ നശിപ്പിച്ചെങ്കിൽ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്, ആ ഒരൊറ്റ നിമിഷത്തിലാണ് അവന് തോന്നിയത് ദൈവത്തെ തിരിച്ചറിയുവാനും ഒരു മാനസാന്തരത്തിന് വേണ്ടി. ആ ഒരു സെക്കൻഡ്സിൽ ആ നിമിഷം അവൻ്റെ ജീവിതത്തിലുണ്ടായ ആ ഒരു മാനസാന്തരത്തെ ദൈവം അവനോട് കരുണ തോന്നി
അവനിൽ പ്രസാദിച്ച് ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് പറയുവാനിടയിൽ ഇതാണ് ദൈവം നമ്മളെപ്പറ്റിയും ആഗ്രഹിക്കുന്നത്. ഒന്ന് മനം തിരിഞ്ഞു വരുവാൻ, മടങ്ങി വരുവാൻ കർത്താവ് ഓരോരുത്തരെയും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ താലന്തുകളും നമ്മൾ വിശ്വസ്തയോടെ കടന്നു പോകുവാൻ തയ്യാറായിരിക്കണം. എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും യെരമ്യാവിൻ്റെ ജീവിതത്തിൽ പലവിധമായ മേഖലകൾ കൂടൊക്കെ അവൻ കടന്നുപോയി. അപ്പോൾ അവൻ്റെ ആശങ്കയുടെ മധ്യത്തിൽ കർത്താവ് അവനോട് ചോദിക്കുവാനിടയായി തീർന്നത്, യെരമ്യാവേ, കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിക്കും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാൻ്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? നമ്മൾ യുദ്ധത്തെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പല രീതിയിലുള്ള യുദ്ധങ്ങളുണ്ടാവും അല്ലേ? കാലാളുകളോടുകൂടെ പയറ്റി നമ്മൾ ജയിച്ചാൽ മാത്രമേ അവിടെ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ വിശ്വസ്തരായി നിന്ന് അതിൽ പോരാടി ജയിച്ച് മുൻപോട്ട് വരുമ്പോഴാണ് കർത്താവ് നമുക്ക് കരുത്ത് തന്ന് കുതിരപ്പടകളോടുകൂടെ ഓടുവാനുള്ള കൃപ തരുന്നത്. തീർച്ചയായിട്ടും ദൈവം തരും, നമ്മളെ ശക്തീകരിക്കും. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ അതിനുവേണ്ടി ഒന്ന് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കിത്തെ കാര്യങ്ങളൊക്കെയും സ്വർഗത്തിലെ ദൈവം നമ്മൾക്ക് വേണ്ടി അനുകൂലമാക്കി തരും. ഓട്ടം എന്നുള്ളത് വചനത്തിൽ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ആത്മീയമായ ജീവിതത്തെ പറ്റിയാണ് വളരെ വ്യക്തമായി നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ഓടിയതോ ഇനി ഓടുന്നതോ എല്ലാം ഒരു നല്ല ലക്ഷ്യത്തിലേക്കുള്ളതാണോ എന്ന് തിരിച്ചറിയണം എന്നുള്ളതാണ് പൗലോസ് നമ്മളെപ്പറ്റി ഗലാത്യ ലേഖനത്തിൽ എഴുതി നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മൾ അതിനുവേണ്ടി പല രീതിയിലുള്ള ഓട്ടങ്ങൾ നമുക്ക് ഈ ലോകത്തിൽ ഓടുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ കറക്റ്റാണോ എന്നുള്ളത് നമ്മൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന്, ദൈവമേ, എൻ്റെ ഓട്ടം ലക്ഷ്യത്തിലേക്കോട്ട് ആണോ എന്നുള്ളത് നമ്മളൊന്ന് ദൈവസ്ഥലിരുന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ കർത്താവ് വളരെ കൃത്യമായിട്ട് നമ്മൾക്ക് ആലോചന പറഞ്ഞ് നമ്മളെ നടത്തുവാനിടയായിത്തീരും. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ബിരുദം പ്രാപിക്കുന്നവർ ഒരുവൻ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ഒരു സ്പോർട്സ് നടക്കുമ്പോൾ ഏത് രീതിയിലും ഓടാൻ പറ്റത്തില്ല അല്ലേ? നമുക്കവിടെ അതിനൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിന് കൃത്യമായ ഒരു ലൈനും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ട് ഇതിൽ റിലേ ഒക്കെ നടക്കുമ്പോഴൊക്കെ അതിൻ്റെ അകത്തൂടെ ആ പ്രോപ്പറായ ഒരു ഓട്ടത്തിൽ കൂടെ ഓടി എത്തിയെന്നവർക്ക് മാത്രമേ പ്രൈസ് ലഭിക്കത്തുള്ളൂ. ആകയാൽ ഈ ദിവസങ്ങൾ നമ്മുടെ ഈ മരുഭൂമി യാത്രയിൽ നമ്മുടെ ഓട്ടങ്ങൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടങ്ങളാണോ എന്ന് നമ്മൾ തിരിച്ചറിയുവാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ദൈവസ്ഥലിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ നിത്യത എന്ന ആ ബിരുദിലോട്ടാണോ നമ്മൾ ഈ ദിവസങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നെപ്പോഴും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കർത്താവ് ദൈവത്തോട് നമ്മൾ ചോദിക്കുമ്പോൾ ദൈവം അതിനുള്ള എല്ലാ സൈൻസ് ആൻഡ് സിംറ്റംസ് നമുക്ക് എല്ലാ രീതിയിലും അതിനുള്ള എല്ലാ അടയാളങ്ങളും കർത്താവ് നമ്മൾക്ക് നൽകി തന്ന്, മകനെ, നീ പോകുന്ന വഴി തെറ്റാണ്, ഇല്ലെങ്കിൽ മകളെ, നീ നിൻ്റെ ഓട്ടം ലക്ഷ്യത്തിലൊക്കെ ഉള്ളതല്ലെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന് നമ്മളെ ആ രീതിയിൽ കൂടെ നടത്തുന്ന ദൈവമാണ്. ദൈവം എന്നും നമ്മളെ സ്നേഹിക്കുന്നു. ആ ക്രൂശിൽ കർത്താവ് നമ്മൾക്ക് വേണ്ടി മരിച്ച് അവസാനത്തുള്ളി രക്തം വരെ, എനിക്ക് എപ്പോഴും ഇതേ നിങ്ങളോട് പറയുവാനുള്ളൂ, നമ്മൾക്ക് വേണ്ടി യാഗമാക്കി തീർത്ത് കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ എല്ലാത്തിനു വേണ്ടി നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥത അണച്ച് നമ്മളെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ വേണ്ടി ഓരോ ദിവസങ്ങളും നോക്കി ആ രീതിയിൽ കൂടെ നമ്മൾ പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മൾ ഓടാം. കാലാളുകളിലൂടെ നമ്മൾ ക്ഷീണിച്ചു പോകാതെ ധൈര്യത്തോടുകൂടെ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നെങ്കിലും എന്നെ ശക്തനാക്കുന്നതിൻ്റെ ദൈവം മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാകുന്നെന്ന് പറഞ്ഞ് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം നിലനിന്നുകൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം. ആ നിത്യതയെ ലക്ഷ്യമാക്കി തീർക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.